ഗർഭകാലത്ത് നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ചെയ്തു വരുന്ന ഒരു നാടൻ ചികിത്സയെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. വീട്ടിൽ ഉണ്ടാക്കിയെടുത്ത് കുടിക്കുന്ന ഒരു കഷായം. അപ്പോൾ ഞാൻ അതാണ് കാണിച്ചു തരുന്നത്. അതിന് നമുക്ക് ആദ്യം കുറച്ച് പ്ലാവില ഞെട്ടി വേണം. പിന്നെ നമുക്ക് വേണ്ടത് കുറുന്തോട്ടി വേരും അതുപോലെ ചെറുള്ളയുടെ വേരുമാണ്. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇത് ഇഷ്ടം പോലെ വെറുതെ തൊടിയിലിങ്ങനെ നിന്നുണ്ടായിരുന്നതാണ്. ഇപ്പം അങ്ങനെ കിട്ടാനില്ല. പക്ഷെ എന്നാലും നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ കഷായത്തിന് നമ്മൾ വേരാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കഴുകി അതിലുള്ള മണ്ണെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം നമുക്കത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അത്യാവശ്യം വലിയ വേരാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരു വലിയ വേര് മതിയാവും. ചെറുതാണെങ്കിൽ കുറച്ച് അധികം എടുക്കാം. ചെറുള്ളയുടെ വേര് നീരിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കിപ്പോൾ അത്ര നീരൊന്നുമില്ല. പക്ഷേ എന്നാലും നമ്മളത് കഴിക്കുന്നുണ്ട്. ഇനി നീര് വരാതിരിക്കാൻ അത് ഉപകരിക്കുമല്ലോ. അതുപോലെ അവസാന സമയത്ത് നമുക്ക് വയറ് കൂടി ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ അത് നല്ലതാണ്. പിന്നെ കുറുന്തോട്ടിയുടെ കാര്യം, 1000 കുറുന്തോട്ടി വേര് കഴിച്ചാൽ അമ്മയെന്ന് പോലും പറയാതെ നമ്മുടെ പ്രസവം നടക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ 1000 കുറുന്തോട്ടി വേര് കഴിക്കാനുള്ള സമയം എനിക്കില്ല. പക്ഷെ എന്നാലും ഞാൻ കിട്ടുന്നത് കഴിക്കാമെന്ന് വെച്ചാൽ. പിന്നെ പഴുത്ത പ്ലാവിലയുടെ ഞെട്ടിയാണ് നമുക്ക് വേണ്ടത്. അതൊരു 7 എണ്ണം 8 എണ്ണം ഒക്കെ നമുക്ക് എടുത്താൽ മതിയാവും. അപ്പോൾ അതും നന്നായി എല്ലാം കഴുകിയിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമ്മളത് ഒന്ന് ഇടിച്ച് ചതയ്ക്കണം. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മളെ ശരീരമൊക്കെ ഒന്ന് അങ്ങനെ അനങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും. പിന്നെ അടുത്തതായിട്ട് ഇനി നമുക്ക് കുറച്ച് ജീരകം വറുക്കണം. കുറച്ച് ജീരകം എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്ത് നല്ലൊരു മണവും അതുപോലെ തന്നെ കളറും ചേഞ്ചായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കഷായത്തിന് വേണ്ട വെള്ളം തിളപ്പിക്കാം. ഞാനൊരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ജീരകം ഇട്ട് കൊടുക്കണം. നമ്മൾ ചതച്ച് വെച്ച എല്ലാ ഐറ്റംസും കൂടി ഇതിലിട്ട് കൊടുക്കുക. നന്നായി ഒന്ന് തിളച്ച് അതിൻ്റെ കളറൊന്ന് മാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ ഒരു പകുതി ആവുന്നത് വരെ തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനിയാണ് നമ്മുടെ പ്രധാന ഐറ്റം ധന്വന്തരം ഗുളികയാണ്. ഈ ഗുളിക ഒരെണ്ണം എടുത്തിട്ട് ഇത് നമുക്ക് സാധാരണ നമ്മുടെ ഈ ആയുർവേദ ഷോപ്പിലൊക്കെ കിട്ടും. അതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ കഷായത്തിൻ്റെ ബാക്കി കൂട്ട് നമുക്കതിലോട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ധന്വന്തരം കഷായം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഒന്നുമല്ല. എനിക്ക് വല്ലാതെ ചവർപ്പ് വരുമെന്ന് കരുതി കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. ഇത്ര വെള്ളം എടുക്കണമെന്നില്ല, കുറച്ചെടുത്താലും മതി. എനിക്കറിയാവുന്ന വിവരം ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചെന്നേ ഉള്ളൂ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.